ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ബിഷപ്പ് റാഫേൽ തട്ടിലിനെ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു. ശംഷാബാദ് രൂപത ബിഷപ്പാണ് നിലവിൽ റാഫേൽ തട്ടിൽ. കുതിരാൻ ഒന്നാം തുരങ്കത്തിൽ ഗാൻറീറ്റ് കോൺക്രീറ്റിംഗ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഒന്നാം തുരങ്കം അടച്ചു. ഇതോടെ പ്രദേശത്ത് വീണ്ടും ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. വ്യാപാര സംരക്ഷണ യാത്ര നടത്താൻ തീരുമാനിച്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ബിഷപ്പ് റാഫേൽ തട്ടിലിനെ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ച സാഹചര്യത്തിലാണ് രഹസ്യ ബാലറ്റിലൂടെ റാഫേൽ തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുത്തത്. ശംഷാബാദ് രൂപത ബിഷപ്പാണ് നിലവിൽ റാഫേൽ തട്ടിൽ. സീറോ മലബാർ സഭയുടെ ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. ഇന്ന് വൈകിട്ട് 4:30 കൊച്ചിയിലെ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വച്ചാണ് പുതിയ വലിയ ഇടയനെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന സിനഡിൽ വച്ചാണ് തീരുമാനമുണ്ടായത്. 53 ബിഷപ്പുമാരാണ് സിനഡിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 80 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമായിരുന്നു വോട്ട് ചെയ്യാൻ അനുമതി. തുടർന്ന് പേര് വത്തിക്കാന്റെ അനുമതിക്കായി വിട്ടു. മാർപ്പാപ്പയുടെ അനുമതി കൂടി ലഭിച്ചതോടെയാണ് പുതിയ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചത്. അദ്ദേഹം 2010 മുതൽ ബിഷപ്പും 2018 മുതൽ ഷംഷാബാദിലെ എപ്പാർക്കിരിയുടെ ആദ്യ ബിഷപ്പുമാണ്. 1956 ഏപ്രിൽ 21 തൃശൂരിൽ ജനിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തട്ടിൽ 1971 ജൂലൈ 4 തോപ്പിലെ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. വടബാദൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ സഭാപഠനം നടത്തി. 1980 ഡിസംബർ 21 മാർ ജോസഫ് കുണ്ടുകുളം അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു. തുടർന്ന് മൈനർ സെമിനാരി ഫാദർ പ്രീഫെക്റ്റായും നിയമിച്ചു. ദൈവശാസ്ത്രത്തിൽ ബാച്ചിലർ ഓഫ് കാനൻ ലോയും ഡോക്ടറും ചെയ്യുന്നതിനായി റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അദ്ദേഹത്തെ അയച്ചു. റോമിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം മതബോധന വിഭാഗത്തിന്റെ ഡയറക്ടറായി നിയമിതനായി. 1998 മേരി മാതാ മേജർ സെമിനാരിയുടെ ആദ്യ റെക്ടറായി നിയമിതനായി. 2010 ജനുവരി 15 തൃശൂർ സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ സഹായമെത്രാനായും ബുറൂണിയിലെ ടൈറ്റുലർ ബിഷപ്പായും നിയമിതനായി. 2017 ഒക്ടോബർ 10 ശംഷാബാദിലെ സീറോ മലബാർ കാത്തലിക് എപ്പാർക്കിയുടെ ആദ്യത്തെ ബിഷപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ നാമകരണം ചെയ്തു. 2018 ജനുവരി 7 അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തു. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ കുതിരാൻ ഒന്നാം തുരങ്കത്തിൽ ഗാൻട്രി കോൺക്രീറ്റിംഗ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഒന്നാം തുരങ്കം അടച്ചു. ഇതോടെ പ്രദേശത്ത് വീണ്ടും ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന തുരങ്കമാണ് അടച്ചത്. പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെ മാത്രമാകും ഇനി ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന തുരങ്കമാണ് അടച്ചത്. പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെ മാത്രമാകും ഇനി ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. തുരങ്കത്തിന്റെ പടിഞ്ഞാറ് വശത്ത് വില്ലൻ വളവിലുള്ള യൂട്ടേൺ വഴിയാണ് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ രണ്ടാം തുരങ്കത്തിലേക്ക് പ്രവേശിക്കുക. കിഴക്ക് വശത്തെത്തുന്ന വാഹനങ്ങൾ തുരങ്കം കഴിയുന്നതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കും. 490 മീറ്റർ ദൂരമുള്ള ഗ്യാൻട്രി കോൺക്രീറ്റിംഗ് 4 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുവരെ ഇവിടെയുള്ള ഗതാഗത നിയന്ത്രണം തുടരും. ഒന്നാം തുരങ്കത്തിന്റെ ഗ്യാൻട്രി കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാതെയായിരുന്നു തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നത്. തുരങ്കത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയും നിലനിന്നിരുന്നു. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും പൂർത്തിയാക്കാതെയാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. ഇത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. തുടർന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം തുരങ്കത്തിൽ കരാർ കമ്പനി ഗ്യാൻട്രി കോൺക്രീറ്റിംഗ് നടത്തുന്നത്. മീഡിയ ടൈം, തൃശൂർ. വ്യാപാര സംരക്ഷണ യാത്ര നടത്താൻ തീരുമാനിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഈ മാസം 25 മുതൽ ഫെബ്രുവരി 15 വരെയാണ് യാത്ര നടക്കുക. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭ രംഗത്തേക്ക്.
ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി 29-ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എങ്ങനെ പൂട്ടിപ്പോകാം എന്നൊരു തരത്തിലേക്കാണ് വരുന്നത്. ഇപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വ്യാപാരികളെ വേട്ടയാടുന്ന നടപടി അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് അടക്കം ഏതാണ്ട് 15ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാസം 29-ാം തീയതി കാസർഗോഡ് നിന്ന് ഒരു വ്യാപാര സംരക്ഷണ യാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ സമാപന സമ്മേളനം ഫെബ്രുവരി 15-ാം തീയതി തിരുവനന്തപുരത്താണ്. ഏതാണ്ട് 5 ലക്ഷത്തോളം വ്യാപാരികളുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് എല്ലാ 14 ജില്ലകളെയും മുന്നിലും എത്തിക്കൊണ്ട് ആ 14 ജില്ലകളിലെയും ബഹുഭൂരിപക്ഷം വ്യാപാരികളുടെ കയ്യിൽ നിന്ന് നിവേദനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഫെബ്രുവരി 15-ാം തീയതി തിരുവനന്തപുരത്തെത്തുന്നത്. 15-ന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര നയങ്ങൾ ചെറുകിട വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമാകുന്ന നിയമനിർമ്മാണങ്ങൾ മൂലം ചെറുകിട വ്യാപാരികൾ കഷ്ടത്തിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പിഴയീടാക്കൽ മൂലം വ്യാപാരികൾ വലയുകയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തെരുവോര കച്ചവടത്തിന് പ്രത്യേക സോൺ വേണം. GST രജിസ്ട്രേഷൻ പരിധി 2 കോടിയായും FSSA പരിധി 1 കോടിയുമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ജാഥ ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. 5 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ ഹമീദ്, അഹമ്മദ് ഷെരീഫ്, സെക്രട്ടറിമാരായ ബാബു കോട്ടായിൽ, സണ്ണി പൈമ്പിള്ളിൽ, സെക്രട്ടേറിയറ്റ് അംഗം AJ റിയാസ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രകടനങ്ങളും മാർച്ചും നടത്തി. ഇന്നലെയും ഇന്നുമായി വിവിധ ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ അഭിപ്രസാദ് MR, നിഖിൽ മാർട്ടിൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മിഥുൻ മാളിയേക്കൽ, മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയിക്കു അലഞ്ചേരി, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KN സജീവൻ, മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുൺ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിധിൻ മുരളീധരൻ, ആൻഡ്രിൻ ആന്റണി, ഫസീഖ്, അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ വരെ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷത വഹിച്ചു. മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PH മഹേഷ്, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CM മൊയ്തു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫിദ TM, KC സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷുഹൈൽ KS, ഇസ്ഹാഖ് ഹുസൈൻ, പ്രവിത എന്നിവർ സംസാരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ടൗണിൽ ഇന്ദിരാഭവനിൽ നിന്നും നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാബ് കുര്യാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. KP സുനിൽകുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, അഡ്വക്കേറ്റ് സുജിത്, PN മോഹനൻ, സുജാ ജോയ്, സുനില മോഹൻ, കവിത മധു, സനിൽ സത്യൻ, രാഹുൽ അഭിനവ് എന്നിവർ പ്രസംഗിച്ചു. രതീഷ്, ജാസർ, സന്തോഷ്, ആനന്ദൻ, മുൻഷീർ, വിനോദ്, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. കുഴൂരിൽ ദിവസങ്ങളായി കാണാതായ ആളുടെ മൃതദേഹം കിണറിൽ കണ്ടെത്തി. കുഴൂർ തുമ്പരശ്ശേരി കൊടിയൻ ഔസേബ് ടോമിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശനിയാഴ്ച മുതലാണ് ടോമിയെ കാണാതായത്. ടോമി ഒറ്റയ്ക്കാണ് താമസം.
അതിരപ്പള്ളി പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 13 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പള്ളുരുത്തി സ്വദേശികളായ ടിനോയ് ജോസ്, ഗോകുൽ മുകേഷ് എന്നിവരാണ് പിടിയിലായത്. SI മണികണ്ഠൻ, പ്രിവന്റീവ് ഓഫീസർ KC ആനന്ദൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത്, ബിബിൻ ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മാള ഗ്രാമപഞ്ചായത്ത് മഹിളാ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ഗ്രാമസഭകളായിട്ട് വയോജനങ്ങളുടെ ഗ്രാമസഭ, ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ, കുട്ടികളുടെ ഗ്രാമസഭ, മഹിളകളുടെ ഗ്രാമസഭ. കുട്ടികളുടെ ഗ്രാമസഭ 14-ാം തീയതിയാണ്. ഇന്ന് നമ്മൾ മഹിളകളുടെ ഗ്രാമസഭ വെച്ചത് നമ്മുടെ പദ്ധതി രൂപീകരണം, വനിതാ ഘടക പദ്ധതിയിൽ എന്തെല്ലാം പദ്ധതികൾ നമുക്ക് വെക്കാം. നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞു. വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ വായിക്കും. പദ്ധതി വിശദീകരണം നമ്മളിവിടെ ചെയ്യും. അതിന് മുന്നോടിയായി തന്നെ നിങ്ങളുടെയും കൂടി പദ്ധതിയിലേക്ക് നിങ്ങളുടെയും കൂടി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പദ്ധതി രൂപീകരണം വെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഗ്രാമസഭ തീർക്കാനുള്ള. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജിജു മാടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജയ ബിജു, സിന്ധു അശോക് എന്നിവർ സംസാരിച്ചു. നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി വാർഡ് മെമ്പർ മാതൃകയായി. അന്നമനട വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഹെഡ് ഓഫീസ് കസ്റ്റമർ ലോഞ്ചിൽ വീണു നഷ്ടപ്പെട്ട 3 പവൻ സ്വർണ്ണാഭരണമാണ് ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചത്. അന്നമനട പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ CK ഷിജുവാണ് ആഭരണം തിരിച്ചേൽപ്പിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മെമ്പർക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ 106ാമത് വാർഷികം ആഘോഷിച്ചു. അധ്യാപിക രക്ഷാകർതൃ സംഗമം, മാതൃസംഗമം, യാത്രയയപ്പ്, അനുമോദനം, ആദരവ് എന്നിവ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി ഐക്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ വേദിയിലേക്ക് നിൽക്കാനായിട്ട് സാധിച്ചത്. നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ അക്ഷരമുറ്റം, ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വിദ്യാലയം. നമ്മുടെ കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലും നമ്മുടെ ഗുരുക്കന്മാർക്കാണ്. നമ്മുടെ മരണം വരെ നമുക്ക് ഓർത്തുകൊണ്ടു പോകാനുള്ള നിമിഷങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു തന്നത്. അവിടെ നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവും കായികപരമായ കഴിവുകളും തെളിയിക്കാൻ അധ്യാപകരും കുട്ടികളും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ വിദ്യ കൊണ്ട് അഭ്യസിക്കാനും വിദ്യാധന സർവ്വധനാൽ പ്രാധാന്യമാണെന്നുള്ള മഹത്തമായ വാക്യങ്ങളിലൂടെ നമ്മൾ ചിലവഴിച്ചു പോകുന്ന നിമിഷങ്ങളാണ്. ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലൊക്കെ നമ്മൾക്ക് ആ നിമിഷങ്ങൾ പങ്കെടുക്കാനും അതിൽ സമ്മാനം നേടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറേമൻ അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ ഫോട്ടോ അനാച്ഛാദനവും വിരമിക്കുന്ന അധ്യാപകർക്ക് ആദരവും നൽകി. സീനിയർ ആർട്ടിസ്റ്റുകളായ 6 സജീവ്, വിനു അയ്യമ്പുഴ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് ആരോഗ്യം സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക KP റീന, KP ഷീന, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ഡേവിസ് ടൈറ്റസ്, HSS പ്രിൻസിപ്പൽ KA വർഗീസ്, PTA പ്രസിഡന്റ് വിൽസൺ കാഞ്ഞൂത്തറ, ആൻസിയ ഇസ്മായിൽ, ആരിഫ് കോറോത്ത് എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് മാള, ഹിയർ ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കേൾവി സംസാര പരിശോധന ക്യാമ്പ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഒരു ക്യാമ്പിൽ ഈ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതും കാണുന്നതും പങ്കെടുക്കുന്നതും. നമുക്കറിയാം, നിർദ്ധരായ കുട്ടികൾക്കാണ് കൂടുതൽ ഇതിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഒട്ടനവധി കുട്ടികൾ അക്കരേക്കാണ് പോകുന്നത്, ടീച്ചിങ്ങിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും. ഇപ്പൊ കേൾവിക്കുറവുള്ളവർ നമ്മളുടെ വയസ്സായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ സമൂഹത്തില് വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ള കാര്യങ്ങളിൽ ചടങ്ങിലായാലും പങ്കെടുക്കാനായിട്ട്. കാരണം നമ്മൾ അവരോട് സംസാരിക്കുന്നത് ഇതിൽ ഉറക്കത്തിൽ സംസാരിച്ചാൽ അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അലോഷ്യസ് സ്റ്റീഫൻ സംസാരിച്ചു. ജനുവരി 10 മുതൽ 27 വരെയാണ് സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു.
മാള വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ അംഗം TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ഇത് കേരളത്തിലെ ദീർഘകാലം അധ്യാപകരായി സർവീസ് സംഘടനാ രംഗത്ത് വിവിധ വകുപ്പുകളിലൊക്കെ സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തവർ മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ദേശീയതയിൽ ആത്മസമർപ്പണം ചെയ്ത ജനാധിപത്യ വിശ്വാസികളായ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കേരളത്തിൽ നിന്ന് നമുക്കറിയാം ഏതാണ്ട് 5.25 ലക്ഷം സർവീസ് പെൻഷൻകാരുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് MG ടോമി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PA ജോസഫ്, തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി A അഷ്റഫ്, മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി NS വിജയൻ, വനിതാ ഫോറം കൺവീനർ VO ലിസി എന്നിവർ സംസാരിച്ചു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയത്തിൽ 105ാമത് അമ്പ് തിരുനാൾ 13-14 തീയതികളിലായി ആഘോഷിക്കും. ജനുവരി 11 വ്യാഴാഴ്ച വൈകിട്ട് 3:45 ആരാധനയ്ക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ വർഗീസ് കോന്തുരുത്തി തിരുനാൾ കൊടിയേറ്റ ചടങ്ങ് നിർവഹിക്കും. ജനുവരി 14 തിരുനാൾ ദിനത്തിൽ ദിവ്യബലി, കുട്ടികൾക്ക് ചോറൂണ്, ആഘോഷമായ തിരുനാൾ, പാട്ടുകുർബാന, ദിവ്യബലി, വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ പ്രദക്ഷിണം എന്നിവ നടക്കും. ജനുവരി 15 തിങ്കൾ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ദിനത്തിൽ ടൗൺ അമ്പ്, ദിവ്യബലി, തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച, രൂപം സ്കൂൾ കപ്പേളയിലേക്ക് എടുത്തുവയ്ക്കൽ ചടങ്ങുകൾ നടക്കുമെന്ന് സഹവികാരി ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ, ഡേവിസ് പേങ്ങിപ്പറമ്പിൽ, ഡെന്നി പള്ളത്താട്ടിൽ, ലിജോ ചാതയിൽ, ജോൺസൺ വെണ്ണാട്ടുപറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ അത്ഭുത പ്രേഗുണ്ണിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് പാലാട്ടി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം മാള സബ് ഇൻസ്പെക്ടർ നീൽ ഹെക്ടർ ഫെർണാണ്ടസ് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. 13 ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് 7 അമ്പ് പ്രദക്ഷിണങ്ങൾ ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് കൂട് തുറക്കൽ, പരിശുദ്ധ ഉണ്ണീശോയുടെ തിരുസ്വരൂപം നേർച്ചപ്പന്തലിൽ പ്രതിഷ്ഠിക്കൽ എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിക്കും. ചാലക്കുടി ഫൊറോന വികാരി ഫാദർ ജോളി വടക്കൻ സന്ദേശം നൽകും. വൈകിട്ട് 4 തിരുനാൾ പ്രദക്ഷിണം, നേർച്ചപ്പന്തലിൽ തിരുസ്വരൂപ പ്രതിഷ്ഠ എന്നിവ നടക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപക നേതാവ് CM ജോർജ് അനുസ്മരണവും ധനസഹായ വിതരണവും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി KV ശരത് ചന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി VK സദാനന്ദൻ, ട്രഷറർ KO ആന്റണി, പ്രസന്നൻ പറമ്പറമ്പിൽ, CS നിഷാദ് എന്നിവർ സംസാരിച്ചു. 50 വർഷത്തോളമായി പെരിഞ്ഞനത്ത് കച്ചവടം ചെയ്തു വരുന്ന OK കരീമിന് ആദരവും ധനസഹായവും നൽകി. ചാലക്കുടി നഗരസഭ ഭരണസമിതിയുടെ വികസന വിരുദ്ധ നടപടിയിലും അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ പ്രതിഷേധിച്ചും LDFന്റെ നേതൃത്വത്തിൽ മാർക്കറ്റ് റോഡിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. നഗരസഭ പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, KI അജിതൻ, ജോസ് J പൈനാടൻ, ശൈലജ സുനിൽ, ലില്ലി ജോസ്, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, ഉഷ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ബിഷപ്പ് റാഫേൽ തട്ടിലിനെ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു. ശംഷാബാദ് രൂപത ബിഷപ്പാണ് നിലവിൽ റാഫേൽ തട്ടിൽ. കുതിരാൻ 1-ാം തുരങ്കത്തിൽ ഗാൻറീറ്റ് കോൺക്രീറ്റിംഗ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 1-ാം തുരങ്കം അടച്ചു. ഇതോടെ പ്രദേശത്ത് വീണ്ടും ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു.
വ്യാപാര സംരക്ഷണ യാത്ര നടത്താൻ തീരുമാനിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.